Download now. CC Learning app. ഹായ് ഓൾ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. എൻ്റെ പേര് ലെനീന. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് SSC എക്സാമിന് കെമിസ്ട്രിയിൽ നിന്നും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇപ്പോൾ PYQs വെച്ചിട്ട് നമ്മൾ ആറ്റം എന്ന കൺസെപ്റ്റ് ജസ്റ്റ് പറഞ്ഞു പോകും. അപ്പോൾ ഈ ഒരു സയൻസ് എന്ന് പറയുമ്പോൾ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി കൂടിയതാണ് അല്ലേ. അപ്പോൾ സയൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. SSC 10th ലെവൽ ആണെങ്കിലും +2 ലെവൽ എക്സാം ആണെങ്കിലും സയൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ 10th വരെയുള്ള CBSE 10th ക്ലാസ് വരെയുള്ള ടോപ്പിക്സ് ആണ് നമുക്ക് മെയിൻ ആയിട്ട് പഠിച്ചിരിക്കേണ്ടത്. ഇപ്പൊ CBSE ടെക്സ്റ്റ് ബുക്ക് സയൻസ് 5 മുതൽ 10 വരെ അല്ലെങ്കിൽ 8, 9, 10 ഈ ഒരു ക്ലാസ്സുകളിലെ ടോപ്പിക്സ് കൃത്യമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം. 8, 9, 10 ഈ 3 ക്ലാസ്സുകളും കൃത്യമായിട്ട് പഠിച്ചു വെച്ചാൽ നമുക്ക് ഈ ഒരു എക്സാമിന് സയൻസ് വിഷയം വളരെ എളുപ്പമാക്കാൻ പറ്റും. അപ്പോൾ ഈ കണ്ടന്റ് പഠിക്കുന്നതിനോടൊപ്പം തന്നെ PYQസും ചെയ്തു പോകണം. ഇപ്പോൾ CC ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യുക. ഗൂഗിൾ പ്ലേയിലും ആപ്പ് സ്റ്റോറിലും അവൈലബിൾ ആണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ SSC ആണെങ്കിൽ SSC പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ ഫ്രീ ആയിട്ടുള്ള ധാരാളം മോക്ക് ടെസ്റ്റുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. കൂടാതെ ഈ കോഴ്സുകളെ കുറിച്ച് കൂടുതൽ അറിയാനും മോക്ക് ടെസ്റ്റുകൾക്കൊപ്പം തന്നെ ഡെയിലി കറണ്ട് അഫയേഴ്സും അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ഡെയിലി ഉള്ള കറണ്ട് അഫയേഴ്സ് നിങ്ങൾക്ക് ആപ്പ് ത്രൂ കാണാൻ പറ്റും. അപ്പോൾ CC ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യാത്തവർ പെട്ടെന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യുക. അപ്പോൾ കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ SSC ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. SSC MTS CHSL CGL എന്നീ കോഴ്സുകൾക്കായി ബാച്ചസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. MTS നമുക്കറിയാം 10th ലെവൽ എക്സാം ആണ്. CHSL +2 ലെവലാണ്. CGL ഡിഗ്രി ലെവൽ എക്സാം ആണ് അല്ലെ. ഇപ്പൊ ഡിഗ്രി ലെവൽ എക്സാം എന്നൊക്കെ പറയുമ്പോൾ കുറച്ച് ഹയർ ലെവൽ പോസ്റ്റ് ആണ് വരുന്നത്. ഇൻകം ടാക്സ് ഓഫീസർ, എക്സൈസ് ഓഫീസർ എന്നിങ്ങനെ അത്രയും ഹൈ ലെവൽ പോസ്റ്റുകൾ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ CGL എക്സാം അറ്റംപ്റ്റ് ചെയ്യുക. പഠിക്കുന്നവരുണ്ടാവും. അപ്പോൾ ഇവിടെ കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ CHSL ആണെങ്കിലും SSC ആണെങ്കിലും MTS ആണെങ്കിലും CGL ആണെങ്കിലും എല്ലാ കോഴ്സുകളും അവൈലബിൾ ആണ്. പുതിയ ബാച്ചസ് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ബാച്ചസിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ മെന്റർഷിപ്പ് സപ്പോർട്ട് കൂടെയുള്ള ബാച്ചസ് ആയിരിക്കും. ഡെയിലി നമുക്ക് ഡെയിലി ലൈവ് ക്ലാസ്സസ് ഉണ്ടായിരിക്കും. അപ്പൊ ഈ ലൈവ് ക്ലാസ്സസിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഓൾറെഡി ആപ്പിൽ നിങ്ങൾക്ക് റെക്കോർഡഡ് ക്ലാസ്സസ് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ മെന്റർ തലേ ദിവസം ഇന്നേ ടോപ്പിക്സ് ആണ് അടുത്ത ദിവസം എടുക്കുന്നതെന്ന് പറയും. അപ്പൊ ആ ടോപ്പിക് ആപ്പിലെ റെക്കോർഡഡ് ക്ലാസ് കണ്ടുവന്നതിന് ശേഷം പഠിച്ചതിന് ശേഷം പിറ്റേ ദിവസം ലൈവിൽ കയറുമ്പോൾ നമുക്കൊരു ഐഡിയ ഉണ്ടാവും. അങ്ങനെ പിറ്റേ ദിവസം ലൈവിൽ കൂടുതൽ ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് കണ്ടന്റും പറഞ്ഞു പോകും. അങ്ങനെയുള്ള ലൈവ് ക്ലാസ്സസ് ആണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഓൾറെഡി റെക്കോർഡഡ് ക്ലാസ്സസും അതേപോലെ ലൈവ് ക്ലാസ്സസും അവൈലബിൾ ആണ് എന്നുള്ളതാണ് ഈ ഒരു ആപ്പ് നമ്മുടെ കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ മെയിൻ പ്രത്യേകത. കൂടാതെ മെന്റർഷിപ്പ് സപ്പോർട്ടും അവൈലബിൾ ആയിരിക്കും. അപ്പോൾ SSC കോഴ്സിന് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. ഈ കാണുന്ന 9249089284 ഈ നമ്പറിലേക്ക് വിളിച്ച് കോൺടാക്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കെമിസ്ട്രി ആണ്. SSC കെമിസ്ട്രിയിലുള്ള ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ കെമിസ്ട്രി എന്ന് പറയുമ്പോൾ മെയിൻ ആയിട്ട് ഫസ്റ്റ് നമ്മൾ പഠിച്ചിരിക്കേണ്ട പോർഷനാണ് ആറ്റം. ആറ്റത്തെ കുറിച്ച് ഫസ്റ്റ് നമ്മൾ അറിഞ്ഞിരിക്കണം അല്ലെ. ആറ്റം എന്ന് പറയുമ്പോൾ ഒരു തന്മാത്ര, ഒരു എല്ലാ പദാർത്ഥങ്ങളും നിർമ്മിച്ചിരിക്കുന്ന ഏറ്റവും ബേസിക് പാർട്ടിക്കിളാണ് ആറ്റം. എല്ലാ പദാർത്ഥങ്ങളും എല്ലാ സബ്സ്റ്റൻസും ഉണ്ടാക്കിയിരിക്കുന്ന ഏറ്റവും ബേസിക് പാർട്ടിക്കിളാണ് ആറ്റം എന്ന് പറയുന്നത്. ആറ്റം. അപ്പൊ ഇതാണ് ആറ്റത്തിന്റെ സ്ട്രക്ചർ. ബേസിക് സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ ആറ്റത്തിന് നമുക്ക് ഒരു ന്യൂക്ലിയസ് ഉണ്ടെന്ന് പറയാം. സെന്റർ പോർഷനിലായിട്ട് ഒരു ന്യൂക്ലിയസ് കാണാം. ഇതാണ് ന്യൂക്ലിയസ്. അപ്പൊ ന്യൂക്ലിയസിലാണ് ആറ്റത്തിന്റെ കൂടുതൽ മാസും കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ന്യൂക്ലിയസിലാണ്. ഓക്കെ, ആറ്റത്തിനകത്ത് ന്യൂക്ലിയസിലാണ് കൂടുതൽ മാസും കാണുന്നത് അല്ലെ. അപ്പൊ ആറ്റത്തിന്റെ മാസ് കൂടുതലും കേന്ദ്രീകരിച്ചിരിക്കുന്നത് ന്യൂക്ലിയസിലേക്കാണ്. വളരെ സ്മോൾ പോർഷൻ ആണ് ന്യൂക്ലിയസ്. ആറ്റത്തിന്റെ വലുപ്പം ഇത്രയും വലുതാണ് ആറ്റം. അപ്പൊ അത് കമ്പയർ ചെയ്യുന്ന സമയത്ത് ആറ്റത്തിന്റെ ടോട്ടൽ സൈസ് കമ്പയർ ചെയ്യുമ്പോൾ ഈ ന്യൂക്ലിയസിന്റെ സൈസ് വളരെ ചെറുതാണ്. അത്രയും ചെറിയ സൈസാണ് ന്യൂക്ലിയസിന്. ഇപ്പൊ ന്യൂക്ലിയസിന്റെ അകത്തായിട്ടാണ് പ്രോട്ടോൺസും ന്യൂട്രോൺസും കാണുന്നത്. പ്രോട്ടോൺസും ന്യൂട്രോൺസും ന്യൂക്ലിയസിന്റെ അകത്തായിട്ടാണ് കാണുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് പ്രത്യേകത? ആറ്റത്തിന്റെ സബ് അറ്റോമിക് പാർട്ടിക്കിൾസ് ഏതൊക്കെയാ? സബ് അറ്റോമിക് പാർട്ടിക്കിൾസ് ആണ് പ്രോട്ടോൺ, ന്യൂട്രോൺ, ഇലക്ട്രോൺ എന്നിവ. പ്രോട്ടോൺ, ന്യൂട്രോൺ, ഇലക്ട്രോൺ. അതിൽ ന്യൂക്ലിയസിന്റെ അകത്തായിട്ടാണ് പ്രോട്ടോണും ന്യൂട്രോണും കാണുന്നത്. ഇലക്ട്രോൺസ് കാണുന്നത് ന്യൂക്ലിയസിന് ചുറ്റും ഓർബിറ്റുകളിലായിട്ടാണ്. ഇതാണ് ഓർബിറ്റുകൾ. ഈ ഓർബിറ്റുകൾക്ക് ചുറ്റും ഇലക്ട്രോൺസ് ന്യൂക്ലിയസിന് ചുറ്റും ഓർബിറ്റുകളിലായി ഇങ്ങനെ വലയം വെക്കുന്നു എന്ന് പറയാം. ന്യൂക്ലിയസിന് ചുറ്റുമുള്ള ഓർബിറ്റുകളിലായി ഇലക്ട്രോൺസ് കറങ്ങുന്നുണ്ടെന്ന് പറയാം. ഓർബിറ്റിൽ കറങ്ങുന്നു. അപ്പോൾ ഇതാണ് പ്രത്യേകത. ആറ്റത്തിന്റെ ഒരു ബേസിക് ഘടനയാണ് നമ്മൾ പറയുന്നത്. എന്താണ്? ന്യൂക്ലിയസ് സെന്റർ പോർഷനിൽ ഒരു സ്മോൾ സൈസ്
ആൻഡ് മാസ് ഉള്ള ഒരു ന്യൂക്ലിയസ് പോർഷൻ ഉണ്ട്. ഈ ന്യൂക്ലിയസിനകത്തായിട്ടാണ് പ്രോട്ടോൺസും ന്യൂട്രോൺസും കാണുന്നത്. ഇലക്ട്രോൺസ് ഷെല്ലുകളിൽ അല്ലെങ്കിൽ ഓർബിറ്റുകളിലായിട്ട് ന്യൂക്ലിയസിന് പുറത്തായിട്ടാണ് കാണുന്നത്. അപ്പൊ ഇത്രയാണ് ആറ്റത്തിന്റെ ഒരു ബേസിക് ഘടന. അപ്പൊ പ്രോട്ടോൺസിന്റെ ചാർജ് പോസിറ്റീവ് ആണെന്ന് പഠിച്ചു വെക്കാം. പ്രോട്ടോണിന് പോസിറ്റീവ് ചാർജ് ആണ്. ന്യൂട്രോണിന് ചാർജ് ഇല്ല. ന്യൂട്രോണിന്റെ ചാർജ് 0 ആണ്, ചാർജ് ഇല്ല. ഇനി ഇലക്ട്രോണിന് ചാർജ് നെഗറ്റീവ് ആണ്. അപ്പൊ ഇവിടെ നോക്കിയേ, പോസിറ്റീവ് ചാർജ് ഉള്ള പ്രോട്ടോണും 0 ചാർജ് ഇല്ലാത്ത ന്യൂട്രോണും കൂടെ ന്യൂക്ലിയസിൽ കിടക്കുന്ന സമയത്ത് ന്യൂക്ലിയസിന് ഏത് ചാർജ് ആണ് കിട്ടുക? ന്യൂക്ലിയസിന്റെ ചാർജ് അപ്പോൾ പോസിറ്റീവ് ആയിരിക്കും അല്ലെ? അപ്പൊ പോസിറ്റീവ് ചാർജ് പ്രോട്ടോൺസ് ന്യൂക്ലിയസിൽ ഉള്ളതുകൊണ്ട് ന്യൂക്ലിയസിന്റെ ടോട്ടൽ ചാർജ് പോസിറ്റീവ് ആയിരിക്കും. അപ്പൊ ന്യൂക്ലിയസിന്റെ ചാർജ് പോസിറ്റീവ് ആണ്. ഓക്കെ, അപ്പൊ ന്യൂക്ലിയസിന്റെ അകത്ത് പ്രോട്ടോൺസ് ഉണ്ട്, അതേപോലെ ഓർബിറ്റലിന് ചുറ്റും ഇലക്ട്രോൺസും ഉണ്ട്. അങ്ങനെയാകുമ്പോൾ ഈ പ്രോട്ടോൺസ് പോസിറ്റീവ് ആണ്, ഇലക്ട്രോൺസ് നെഗറ്റീവ് ആണ്. ഇത് രണ്ടും കൂടെ സെയിം നമ്പർ ആണ് ഒരു ആറ്റത്തിൽ കാണുന്നത്. പ്രോട്ടോൺസിന്റെയും ഇലക്ട്രോൺസിന്റെയും എണ്ണം സെയിം ആയിരിക്കും. ന്യൂക്ലിയസിൽ 2 പ്രോട്ടോൺ ആണെങ്കിൽ 2 ഇലക്ട്രോൺസ് ആണ് ചുറ്റും ഉണ്ടാവുന്നത്. അങ്ങനെയെങ്കിൽ പോസിറ്റീവും നെഗറ്റീവും ചാർജ് ഈക്വൽ ആവുന്ന സമയത്ത് രണ്ടും കൂടെ ക്യാൻസൽ ആയി പോവും. അതുകൊണ്ട് നമുക്ക് പറയാം ഒരാറ്റം ഇലക്ട്രിക്കലി ന്യൂട്രൽ ആണെന്ന് പറയാം. ഒരാറ്റം ഇലക്ട്രിക്കലി ന്യൂട്രൽ ആയിരിക്കും. ഓക്കെ, ഇതാണ് ഒരു ബേസിക് കൺസെപ്റ്റ് ആറ്റത്തിനെ കുറിച്ച്. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്തതായിട്ട് ഒരു ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് അമോങ് ദ ഫോളോയിങ് ഈസ് പ്രസന്റ് ഇൻസൈഡ് ദ ന്യൂക്ലിയസ് ഓഫ് എൻ ആറ്റം? ന്യൂക്ലിയസിനകത്ത് കാണുന്നത് ഏതൊക്കെയാണെന്നാണ് ക്വസ്റ്റ്യൻ. പ്രോട്ടോൺസ് ആൻഡ് ന്യൂട്രോൺസ്, ഇലക്ട്രോൺസ് ആൻഡ് പ്രോട്ടോൺസ്, ന്യൂട്രോൺസ് ആൻഡ് ഇലക്ട്രോൺസ്, ന്യൂട്രോൺസ്, പ്രോട്ടോൺസ് ആൻഡ് ഇലക്ട്രോൺസ്. ന്യൂക്ലിയസിന്റെ അകത്തായിട്ട് എന്താണ് കാണുന്നത്? ഓപ്ഷൻ എ ആണല്ലേ കറക്റ്റ് ആൻസർ. പ്രോട്ടോൺസ് ആൻഡ് ന്യൂട്രോൺസ് ആണ് ന്യൂക്ലിയസിന്റെ അകത്ത് കാണുന്നത്. പ്രോട്ടോൺസും ന്യൂട്രോൺസും ആണ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഹു ഡിസ്കവേർഡ് ദ ന്യൂട്രോൺ അമോങ് ദ ഫോളോയിങ്? ആരാണ് ന്യൂട്രോൺ കണ്ടുപിടിച്ചത് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ന്യൂട്രോൺ കണ്ടുപിടിച്ചത് ജെയിംസ് ചാഡ്വിക് ആണ്. ജെയിംസ് ചാഡ്വിക് 1932 1932 അല്ലെങ്കിൽ 1932 ജെയിംസ് ചാഡ്വിക് ആണ് ന്യൂട്രോൺസ് കണ്ടുപിടിച്ചത്. ന്യൂട്രോൺസ്. അപ്പൊ ഈ ഗോൾഡ്സ്റ്റൈൻ കണ്ടുപിടിച്ചത് എന്താണ്? ഈ ഗോൾഡ്സ്റ്റൈൻ ആറ്റത്തിൽ ഒരു പോസിറ്റീവ് ചാർജിന്റെ സാന്നിധ്യം അല്ലെങ്കിൽ പ്രസൻസ് കണ്ടുപിടിച്ചത് ഈ ഗോൾഡ്സ്റ്റൈൻ ആണ്. പോസിറ്റീവ് ചാർജ്, ആറ്റത്തിലെ പോസിറ്റീവ് ചാർജിന്റെ പ്രസൻസ് കണ്ടുപിടിച്ചത് ഈ ഗോൾഡ്സ്റ്റൈൻ ആണ്. പോസിറ്റീവ് ചാർജിന്റെ പ്രസൻസ് കണ്ടുപിടിച്ചു. ഇനി ഏണസ്റ്റ് റുദർഫോർഡ് ആണ് ന്യൂക്ലിയസ് കണ്ടുപിടിച്ചത്. ന്യൂക്ലിയസും അതേപോലെ പ്രോട്ടോൺസും ഇത് രണ്ടും കണ്ടുപിടിച്ചത് ഏണസ്റ്റ് റുദർഫോർഡ് ആണ്. ഓക്കെ, അപ്പൊ ഇലക്ട്രോൺസ് ആണ് നമ്മൾ പറയാൻ ബാക്കിയുള്ളത്. ഇലക്ട്രോൺസ് കണ്ടുപിടിച്ചത് ജെ തോംസൺ ആണ്. അപ്പൊ നമുക്ക് നോക്കാം. 1932 ജെയിംസ് ചാഡ്വിക് ന്യൂട്രോൺസ് കണ്ടുപിടിക്കുന്നത്. ന്യൂട്രോൺസ്. അപ്പോ ഇലക്ട്രോൺസ് കണ്ടുപിടിച്ചത് ജെ തോംസൺ ആണ്. ഇലക്ട്രോൺസ് ജെ തോംസൺ കണ്ടുപിടിച്ചു. പ്രോട്ടോൺ കണ്ടുപിടിച്ചതും ന്യൂക്ലിയസ് കണ്ടുപിടിച്ചതും സെയിം ആളാണ്. ആരാണ്? ഏണസ്റ്റ് റുദർഫോർഡ് ആണ് പ്രോട്ടോണും ന്യൂക്ലിയസും കണ്ടുപിടിച്ചത്. ഇനി ന്യൂട്രോൺ കണ്ടുപിടിച്ചത് ജെയിംസ് ചാഡ്വിക് ആണെന്ന് നമ്മൾ പറഞ്ഞു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് അമോങ് ദ ഫോളോയിങ് സയന്റിസ്റ്റ് ഡിസ്കവേർഡ് ദ ഇലക്ട്രോൺ ഇൻ 1897? 1897 ആരാണ് ഇലക്ട്രോൺ കണ്ടുപിടിച്ചത്? ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് ആരായിരുന്നു? ഏണസ്റ്റ് റുദർഫോർഡ്, കാൾ ഡി ആൻഡേഴ്സൺ, ജെ തോംസൺ, ജോസഫ് പ്രീസ്ലി. ജെ തോംസൺ ആണ് ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് നമുക്കറിയാം. ജെ തോംസൺ ഇലക്ട്രോൺ ഡിസ്കവർ ചെയ്തു. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഹൗ മെനി മാക്സിമം ഇലക്ട്രോൺസ് ക്യാൻ ബി പ്രസന്റ് ഇൻ തേർഡ് ഓർ എം ഷെൽ? അപ്പൊ നമുക്ക് ആറ്റത്തിന്റെ സ്ട്രക്ചർ വരയ്ക്കുകയാണെങ്കിൽ ഇതാണ് ന്യൂക്ലിയസ്. ന്യൂക്ലിയസിന് ചുറ്റും ഇങ്ങനെ ഷെല്ലുകൾ കാണാറുണ്ട്. ഓർബിറ്റ്സ് അല്ലെങ്കിൽ ഷെല്ലുകൾ ന്യൂക്ലിയസിന് ചുറ്റും കാണും. അപ്പൊ ഈ ഓരോ ഷെല്ലും, ഇത് ബോർ ആറ്റം മോഡലാണ്. ഓരോ ആറ്റം മോഡൽസ് ഉണ്ട് അല്ലെ? അപ്പൊ ഇത് ബോർ ആറ്റം മോഡലാണ്. അപ്പൊ ന്യൂക്ലിയസിന് ചുറ്റും ഫസ്റ്റ് ഷെൽ n=1 എന്ന് നമുക്ക് ഫസ്റ്റ് ഷെല്ലിന് പറയാം. n=2 ആണ് സെക്കൻഡ് ഷെൽ. n= നമ്പർ കൊടുക്കുന്നതാണ് ഓരോ ഷെല്ലിന്. 3 ആണ് തേർഡ് ഷെൽ. n=4 ഫോർത്ത് ഷെല്ലാണ്. അപ്പൊ ഫസ്റ്റ് ഷെല്ലിനെ നമ്മൾ കെ എന്നാണ് വിളിക്കുന്നത്. കെ ആണ് ഫസ്റ്റ് ഷെൽ. സെക്കൻഡ് ഷെൽ എൽ ആണ്. തേർഡ് ഷെൽ എം ആണ്. ഫോർത്ത് ഷെൽ എൻ ആണ്. ഓക്കെ, ഇങ്ങനെ ഷെല്ലുകൾ ധാരാളമുണ്ട്. ഇനിയും നമുക്ക് പേര് കൊടുക്കാം. അപ്പൊ KLMN ഷെല്ലുകൾക്ക് നമുക്ക് നമ്പേഴ്സ് കൊടുക്കാം. n=1, n=2, n=3, n=4 ഇങ്ങനെ നമ്പേഴ്സ് കൊടുക്കാം. അങ്ങനെയെങ്കിൽ ഇവിടെ ക്വസ്റ്റ്യൻ
തേർഡ് ഷെൽ അല്ലെങ്കിൽ എം ഷെല്ലിൽ അടങ്ങിയിരിക്കുന്ന മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നോക്കിയേ, എം ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് മാക്സിമം എക്സിസ്റ്റ് ചെയ്യാൻ കഴിയും, അതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ എം ഷെല്ലിന്റെ അതിനൊരു ഇക്വേഷൻ ഉണ്ട്, 2n². മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് 2n². 2 × n². n എന്ന് പറയുന്നത് ഷെല്ലുകളാണ്, n ഷെൽസ് ആണല്ലോ. ഇവിടെ n = 1 2 3 എന്നിങ്ങനെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ n = തേർഡ് ഷെല്ലിൽ അടങ്ങിയിരിക്കുന്ന ഇലക്ട്രോൺസ് ആണ് ഇവിടെ ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്ക് ഓരോ ഷെല്ലിലും മാക്സിമം എത്ര ഇലക്ട്രോൺസ് കൊള്ളുമെന്ന് നോക്കാം. n = 1 ആണെങ്കിൽ k ഷെല്ലാണ്, അല്ലേ. n = 1 k ഷെല്ലാണ്, 1. അപ്പൊ 2n² എന്ന് പറയുമ്പോൾ 2 × 1² വരും, = 2 ആണ്. k ഷെല്ലിൽ ഉൾക്കൊള്ളുന്ന മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺ 2 ആണ് വരുന്നത്. ഇനി n = 2 ആണെങ്കിൽ ഏത് ഷെല്ലാണ്? n = 2 ആണെങ്കിൽ എൽ ഷെല്ലാണ്. അപ്പൊ 2 × 2² എന്ന് വരും. 2 × 2² മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ്. 2² 4 ആണ്, 4 × 2 8 ആണ്. 8 ഇലക്ട്രോൺസ് ആണ് മാക്സിമം എക്സിസ്റ്റ് ചെയ്യുന്നത്. ഇനി n = 3 എന്ന് പറയുമ്പോൾ ഏതാണ്? KL എം ഷെല്ലാണ്, എം ഷെൽ. അപ്പൊ 2 × 3² വരും. 2 × 3² = 18 വരും. 3² 9 ആണ്, 9 × 2 18. അപ്പോൾ 18 ഇലക്ട്രോൺസ് ആണ് ഇവിടെ കൊള്ളുന്നത് എം ഷെല്ലിൽ. നമ്മൾ ഇവിടെ ക്വസ്റ്റ്യൻ തേർഡ് ഷെൽ അല്ലെങ്കിൽ എം ഷെല്ലിൽ ഉൾക്കൊള്ളുന്ന മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺ ആണ്. ആൻസർ 18 ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഇനി ഫോർത്ത് ഷെല്ലിന്റെയും കൂടെ നോക്കാം. n = 4 എന്ന് പറയുമ്പോൾ എൻ ഷെല്ലാണ് വരുന്നത്. അപ്പൊ 2 × 4² എന്ന് പറയുമ്പോൾ 32 ആണ് വരിക. 4² 16 ആണ്, അപ്പൊ 16 × 2 32 ആണ് വരിക. അപ്പൊ ഫോർത്ത് ഷെല്ലിൽ അടങ്ങിയിരിക്കുന്ന മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺ 32 ഇലക്ട്രോൺസ് ആണ്. ഇങ്ങനെയാണ് നമ്മൾ ഷെല്ലുകളിലുള്ള മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, നമുക്കിനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അയൺ ഹാസ്, Fe എന്ന് പറയുന്നത് അയൺ ആണ്. അയൺ ഹാസ് 26 പ്രോട്ടോൺ ഇൻ ഇറ്റ്സ് ന്യൂക്ലിയസ്. ന്യൂക്ലിയസിൽ 26 പ്രോട്ടോൺസ് ഉണ്ട്. വാട്ട് ആർ ദി നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ Fe2+ അയൺ? അപ്പൊ ഇത് നമ്മൾ വളരെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. കാരണം 22 പ്രോട്ടോൺസ് ന്യൂക്ലിയസിൽ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ നമ്പർ ഓഫ് പ്രോട്ടോൺസിനെയാണ് നമ്മൾ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത്. നമ്പർ ഓഫ് പ്രോട്ടോൺസ്, ന്യൂക്ലിയസിൽ അടങ്ങിയിരിക്കുന്ന നമ്പർ ഓഫ് പ്രോട്ടോൺസ് = അറ്റോമിക് നമ്പർ. അപ്പോൾ 26 പ്രോട്ടോൺ ഉണ്ടെങ്കിൽ അയണിന്റെ അറ്റോമിക് നമ്പർ 26 ആണ്. അയൺ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് Fe26 എന്നാണ്. താഴെ ലെഫ്റ്റ് സൈഡിൽ താഴെയായിട്ടാണ് അറ്റോമിക് നമ്പർ റെപ്രസെന്റ് ചെയ്യുക. അറ്റോമിക് നമ്പർ 26ാമത്തതാണ്. അപ്പൊ 26 അറ്റോമിക് നമ്പർ 26 ആണ്. ഓക്കെ, ഇനി Fe2+ അയോൺ. Fe2+ എന്ന് പറയുന്നത് റിയാക്ഷനിൽ ഏർപ്പെടുമ്പോൾ ഇലക്ട്രോൺസ് ആണ് റിയാക്ഷനിൽ ഏർപ്പെടുന്നത്. ന്യൂക്ലിയസിലുള്ള പ്രോട്ടോൺസും ന്യൂട്രോൺസും റിയാക്ഷനിൽ ഏർപ്പെടുന്നേ ഇല്ല. ഇലക്ട്രോൺസ് മാത്രമാണ് റിയാക്ഷനിൽ ഏർപ്പെടുന്നത്. അപ്പൊ ഇലക്ട്രോൺസ് റിയാക്ഷനിൽ ഏർപ്പെടുമ്പോൾ ഒന്നുകിൽ ഇലക്ട്രോൺസ് ലോസ് ആവാം, ഇലക്ട്രോൺസ് പുറത്തേക്ക് വിട്ടുകൊടുക്കാം, അല്ലെങ്കിൽ ഇലക്ട്രോൺസ് ആക്സെപ്റ്റ് ചെയ്യും, ഇലക്ട്രോൺസിനെ സ്വീകരിക്കും, അല്ലെങ്കിൽ ഇലക്ട്രോൺസ് ഷെയർ ചെയ്യും. ഷെയറിംഗ് ഓഫ് ഇലക്ട്രോൺസ് നടക്കും. ഇങ്ങനെയാണ് ഇലക്ട്രോൺസ് ഒരു ആറ്റം റിയാക്ഷനിൽ ഏർപ്പെടുമ്പോൾ സംഭവിക്കുന്നത്. ഇലക്ട്രോൺ ലോസ് ആവാം, ആക്സെപ്റ്റ് ചെയ്യാം, ഷെയറിംഗ് നടക്കാം, ഇങ്ങനെ ഏത് വേണമെങ്കിലും നടക്കാം. അപ്പൊ അങ്ങനെ ഇലക്ട്രോൺസ് ആണ് റിയാക്ഷനിൽ ഏർപ്പെടുന്നതെന്ന് ഓർത്തു വെക്കുക. അപ്പൊ Fe2+ എന്ന് പറയുമ്പോൾ അയൺ ആറ്റം ന്യൂട്രൽ ആയിട്ട് നിൽക്കുമ്പോൾ ഇങ്ങനെയാണ് Fe2+. Fe എന്ന് പറയുമ്പോൾ എന്താ? അയൺ. ന്യൂട്രൽ ആണെങ്കിൽ Fe, ചാർജ് ഒന്നുമില്ല, ന്യൂട്രൽ ആറ്റം ആണിത്. ഇനി 2+ എന്ന് പറയുമ്പോൾ 2 ഇലക്ട്രോൺ വിട്ടുകൊടുക്കും. അയൺ 2 ഇലക്ട്രോൺ വിട്ടുകൊടുത്തിട്ട് Fe2+ ആയിട്ട് മാറും. കാരണം ഇലക്ട്രോണിന് നെഗറ്റീവ് ചാർജ് ആണ്. 2 ഇലക്ട്രോൺ പുറത്തേക്ക് പോയാൽ അവിടെ 2 പോസിറ്റീവ് ചാർജ് വരും. അതാണ് Fe2+. Fe2+ എന്ന് പറയുന്നത് 2 ഇലക്ട്രോൺ വിട്ടുകൊടുക്കുന്നതാണ്. Fe2+ന്റെ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ. ഇപ്പൊ 26 ഇലക്ട്രോൺ. നമ്പർ ഓഫ് പ്രോട്ടോൺസ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഇലക്ട്രോണും ഒരു ന്യൂട്രൽ ആറ്റത്തിൽ സെയിം ആണ്. ഒരു ന്യൂട്രൽ ആറ്റം ആണെങ്കിൽ ഇവിടെ Fe26 ആണെങ്കിൽ Fe ഒരു ന്യൂട്രൽ ആറ്റം അല്ലേ, അപ്പൊ അതിൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസും നമ്പർ ഓഫ് പ്രോട്ടോൺസും സെയിം ആണ്. അങ്ങനെ ആവുമ്പോൾ 2 ഇലക്ട്രോൺസ് വിട്ടുകൊടുത്താൽ 2+ ആയിട്ട് മാറും. അപ്പൊ 2 ഇലക്ട്രോൺസ് വിട്ടുകൊടുക്കുമ്പോൾ 2+ ആണെങ്കിൽ Fe2+ലുള്ള ഇലക്ട്രോൺസിന്റെ എണ്ണം എന്ത് വരും? Fe2+ലെ ഇലക്ട്രോൺസിന്റെ എണ്ണം 24 ആവും. 26ൽ നിന്നും 2 ഇലക്ട്രോൺ വിട്ടുകൊടുത്താൽ 24 ആയിട്ട് മാറും, 24 ആവും. ഓക്കെ, അപ്പൊ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ബാരിയം ലോസസ് ഡാഷ് ഇലക്ട്രോൺസ് ടു അച്ചീവ് നോബിൾ ഗ്യാസ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഒരു ആറ്റം റിയാക്ഷനിൽ ഏർപ്പെടുന്നത് നോബിൾ ഗ്യാസ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതാണ് ഒക്ടറ്റ് റൂൾ. ഒക്ടറ്റ് റൂൾ എന്ന് പറയുന്നത് ലാസ്റ്റ് ഷെല്ലിൽ
8 ഇലക്ട്രോൺ അച്ചീവ് ആയാൽ മാത്രമാണ് ഒരു ആറ്റം സ്റ്റേബിൾ ആവുന്നത്. അതാണ് ഒക്ടറ്റ് റൂൾ. ഒരു ആറ്റം സ്റ്റേബിൾ ആവുന്ന റിയാക്ഷനിൽ ഏർപ്പെടുന്നത് സ്റ്റേബിൾ ആവാൻ വേണ്ടിയിട്ടാണ്. സ്റ്റേബിൾ ആവുന്നത് ലാസ്റ്റ് ഷെൽ വാലൻസ് ഷെല്ലിൽ 8 ഇലക്ട്രോൺസ് ആവുമ്പോഴാണ് സ്റ്റേബിൾ ആവുന്നത്. അപ്പൊ ബാരിയം എന്ന് പറയുമ്പോൾ പീരിയോഡിക് ടേബിളിൽ സെക്കൻഡ് ഗ്രൂപ്പ് എലമെന്റ് ആണ്. സെക്കൻഡ് ഗ്രൂപ്പ്. അപ്പൊ സെക്കൻഡ് ഗ്രൂപ്പ് ആണെങ്കിൽ അതിന്റെ ലാസ്റ്റ് ഷെൽ ഇലക്ട്രോണിന്റെ എണ്ണം 2 ആയിരിക്കും. ഗ്രൂപ്പ് നമ്പർ ആണ് വാലൻസ് ഷെൽ ഇലക്ട്രോൺസിന്റെ നമ്പർ. അപ്പൊ ലാസ്റ്റ് ഷെൽ ഇലക്ട്രോണിന്റെ എണ്ണം 2 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നോബൽ ഗ്യാസ് കോൺഫിഗറേഷൻ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ 2 ഇലക്ട്രോൺസിനെ വിട്ടുകൊടുക്കുകയാണ് ബാരിയം ചെയ്യുക. അപ്പൊ എത്ര ഇലക്ട്രോണിനെയാണ് വിട്ടുകൊടുക്കുന്നത് എന്നാണ്. ബാരിയം ലോസസ് ഡാഷ് ഇലക്ട്രോൺ ടു അച്ചീവ് നോബൽ ഗ്യാസ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. അപ്പോൾ എത്ര ഇലക്ട്രോൺസിനെ വിട്ടുകൊടുക്കണം? 2 ഇലക്ട്രോൺസിനെയാണ് വിട്ടുകൊടുക്കേണ്ടത്. 2 ഇലക്ട്രോൺസിനെ വിട്ടുകൊടുക്കണം. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. Atoms of which of the following elements has more than 1 electron in its outermost shell? അപ്പോൾ ഗ്രൂപ്പ് 1 എലമെന്റ്സിനാണ് ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 1 ഇലക്ട്രോൺ കാണുന്നത്. ഗ്രൂപ്പ് 1 എലമെന്റ് എന്ന് പറയുമ്പോൾ ഹൈഡ്രജൻ, ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, റുബീഡിയം, സീഷ്യം, ഫ്രാൻസിയം, ഇതൊക്കെയാണ് ഗ്രൂപ്പ് 1 എലമെന്റ്സ്. അപ്പൊ ഇവിടെ നോക്കിയേ, ലിഥിയം, സോഡിയം, ഹൈഡ്രജൻ, ഇത് മൂന്നും ഗ്രൂപ്പ് 1 വരുന്നതാണ്. ഗ്രൂപ്പ് 1. ബെർലിയം ആണ് ഗ്രൂപ്പ് 2 വരുന്ന എലമെന്റ്. അപ്പോ ഈ ഒരു ഗ്രൂപ്പ് 2 വരുന്ന എലമെന്റ് ഇതാണ്. ഇവിടെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 1 ഇലക്ട്രോൺ കാണിക്കാത്ത എലമെന്റ് ആണ് ഇത്. ബെർലിയം ആണ് ആൻസർ. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ആന്റി പാർട്ടിക്കിൾ ഓഫ് എൻ ഇലക്ട്രോൺ ഈസ്. ഒരു ഇലക്ട്രോണിന്റെ ആന്റി പാർട്ടിക്കിൾ അറിയപ്പെടുന്നത് എന്താണ്? ഇലക്ട്രോണിന്റെ ആന്റി പാർട്ടിക്കിൾ പോസിട്രോൺ എന്നാണ് അറിയപ്പെടുന്നത്. പോസിട്രോൺ എന്ന് വെച്ചാൽ ഇലക്ട്രോണിന്റെ സെയിം മാസ് ഉള്ള പക്ഷെ പോസിറ്റീവ് ചാർജ് ഉള്ള പാർട്ടിക്കിൾ ആയിരിക്കും. അപ്പൊ ഇലക്ട്രോണിന്റെ സെയിം മാസ് ഉള്ള പാർട്ടിക്കിൾസ്, അതിന് പക്ഷേ ഇലക്ട്രോണിന് നെഗറ്റീവ് ചാർജ് ആണല്ലോ. പോസിട്രോൺ ആണെങ്കിൽ അതിന് പോസിറ്റീവ് ചാർജ് ആയിരിക്കും. അങ്ങനെയുള്ള പാർട്ടിക്കിൾസിനെയാണ് പോസിട്രോൺ എന്ന് വിളിക്കുന്നത്. ഇലക്ട്രോൺസിന്റെ ആന്റി പാർട്ടിക്കിൾ എന്ന് പറയും. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ദർ ആർ സ്റ്റേബിൾ നെഗറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾസ് ഫൗണ്ട് ഇൻ ഓൾ ആറ്റംസ്. എല്ലാ ആറ്റത്തിലും കാണപ്പെടുന്ന നെഗറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾസ് ഏതാണ്? ഇലക്ട്രോൺസ് ആണ് നെഗറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾസ്. ആറ്റത്തിൽ കാണുന്ന നെഗറ്റീവ് ചാർജ് ഉള്ള പാർട്ടിക്കിൾസ് ഇലക്ട്രോൺസ് ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഇലക്ട്രോൺസ് മൂവ് അറൌണ്ട് ദ ന്യൂക്ലിയസ് ഇൻ ഡാഷ് മോഷൻ. ഏത് മോഷനിലാണ് ഇലക്ട്രോൺസ് ന്യൂക്ലിയസിന് ചുറ്റും മൂവ് ചെയ്യുന്നത്? ട്രാൻസ്ലേറ്റർ, സ്പിൻ, ഓർബിറ്റൽ, വൈബ്രേഷണൽ. ഓർബിറ്റിലൂടെയാണല്ലേ കറങ്ങുന്നത്. ന്യൂക്ലിയസിന് ചുറ്റും ഓർബിറ്റ്സിലൂടെയാണ് കറങ്ങുന്നത്. അതുകൊണ്ട് ഓർബിറ്റൽ മോഷൻ എന്ന് പറയാം. ഓർബിറ്റൽ മോഷൻ ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തത് HSC, CHSL, CGL, അതേപോലെ MDS, ഈ 3 എക്സാംസിനായിട്ടും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ കെമിസ്ട്രിയിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ് ആറ്റം എന്നുള്ള കൺസെപ്റ്റ്. അപ്പൊ ആറ്റത്തിനെ കുറിച്ച് ബേസിക് ഐഡിയ നമ്മൾ ഉണ്ടാക്കി വെക്കണം. അപ്പൊ നമുക്ക് ഏതൊരു ക്വസ്റ്റ്യൻ വന്നാലും ചെയ്യാൻ പറ്റും. ഈ ആറ്റംസ് ആൻഡ് മോളിക്യൂൾസ്, പീരിയോഡിക് ടേബിൾ ഒക്കെ നമ്മൾ കണക്ട് ചെയ്ത് പഠിക്കേണ്ട ഫാക്ടുകളാണ്. അപ്പൊ കണക്ട് ചെയ്ത് പഠിക്കേണ്ടതൊക്കെ കൃത്യമായിട്ട് നമ്മൾ ഐഡിയ ഉണ്ടാക്കി വെക്കണം ഓരോ ടോപ്പിക്കിനെ കുറിച്ചും. അപ്പൊ നമുക്ക് ഏത് രീതിയിൽ ക്വസ്റ്റ്യൻ വന്നാലും ചെയ്യാൻ പറ്റും. കൂടാതെ ഈ ഒരു എക്സാമിന് വേണ്ട മെയിൻ കാര്യം എന്താണെന്ന് വെച്ചാൽ സ്പീഡാണ്. നമ്മൾ എക്സാം എഴുതും എത്ര സ്പീഡിൽ എഴുതി പഠിക്കുന്നോ അത്രയും മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും എന്നതാണ്. അപ്പൊ സ്പീഡ് കിട്ടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യണം. ഡെയിലി മോക്ക് ടെസ്റ്റുകൾ പ്രാക്ടീസ് ചെയ്യണം. അപ്പൊ പ്രാക്ടീസ് ആണ് ഏറ്റവും ബെസ്റ്റ് ഈ ഒരു എക്സാം നേടിയെടുക്കാനുള്ള വഴി എന്ന് പറയുന്നത്. അപ്പോൾ SSC എക്സാം അപ്ഡേറ്റ്സും ഫ്രീ സ്റ്റഡി മെറ്റീരിയൽസ് ഒക്കെ കിട്ടാനായിട്ട് CCയുടെ ഒരു ഫ്രീ സ്റ്റഡി ഗ്രൂപ്പ് ഉണ്ട്. അത് വാട്സപ്പ് ഗ്രൂപ്പാണ്. അതിൽ ജോയിൻ ചെയ്യാനായിട്ട് ഈ ഒരു QR കോഡ് സ്കാൻ ചെയ്താൽ മതി. അപ്പോൾ ഫ്രീ സ്റ്റഡി മെറ്റീരിയൽസ് കിട്ടുന്നതായിരിക്കും. ഡെയിലി അപ്ഡേറ്റ്സ് അറിയിക്കുന്നതായിരിക്കും. എക്സാംസിന്റെ അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് എത്തുന്നതായിരിക്കും. കൂടാതെ ഈ ഒരു ഡെയിലി ക്വസ്റ്റ്യൻ പോളും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഗ്രൂപ്പിലേക്ക് പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. അതിനായി ഈ ഒരു QR കോഡ് സ്കാൻ ചെയ്യുക. ഓക്കെ, അപ്പൊ SSC എക്സാംസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. CGL, CHSL, MDS, ഈ 3 എക്സാംസും ഇവിടെ CCയിൽ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. CCയിൽ കോച്ചിങ് ബാച്ച് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ന്യൂ ബാച്ച് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാം. അപ്പൊ ഈ ബാച്ചിന്റെ പ്രത്യേകതകളും പറഞ്ഞായിരുന്നു. മെന്റർഷിപ്പ് സപ്പോർട്ട് കൂടിയാണ്. റെക്കോർഡ് ക്ലാസ്സസ് കാണാൻ പറ്റും. അതേപോലെ ഡെയിലി ലൈവ് ക്ലാസ്സസ് ഉണ്ടായിരിക്കുന്നതായിരിക്കും. അപ്പൊ SSC ജോലിയാണ് ലക്ഷ്യമെങ്കിൽ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഈ കാണുന്ന നമ്പറിലേക്ക് വിളിച്ച് കോൺടാക്ട് ചെയ്യുക. 9249089284 ആണ് നമ്പർ. ഓക്കെ, താങ്ക് യു. Download now. CC Learning App.